ലൈവ് ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കണ്ടിരിക്കാൻ പറ്റാത്ത ലെവലിലുള്ള നെഗറ്റിവിറ്റിയാണ് ലൈവിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഇവർക്ക് പ്രത്യേകിച്ച് പറയാനോ ചെയ്യാനോ ഒന്നും ഇല്ല. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക, പിന്നെ പുറത്തുള്ളവരുടെ ലൈഫിനെ പറ്റി സംസാരിക്കുക, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചേരി തിരിഞ്ഞിരുന്ന് അവർക്ക് പ്രിയപ്പെട്ട ആളുകളോട് അവർ ഓരോ കാര്യങ്ങളിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ റെനയോട് സരികയ്ക്കും പിന്നെ മുൻഷിക്കും ഒക്കെ പുച്ഛമാണ്. കാരണം അത്ര ആ ചെറിയ കുട്ടി വരെ 50 ദിവസത്തോളം നിന്നു. ഇവരൊക്കെ 2-3 ആഴ്ച ആയപ്പോ തന്നെ ഔട്ടായി. അപ്പൊ ആ ഒരു ചുരുക്കുണ്ട് റെനയുടെ അടുത്ത്. അത് സരിക തീർക്കുന്നുണ്ട് ഇപ്പൊ ലൈവിനകത്ത് ഇരുന്നിട്ട്. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ കണ്ടൊരു കാര്യം, അപ്പാനിയുടെ അടുത്തിരിക്കുന്നു അനുമോള്. അക്ബർ, അപ്പാനി, സരിക ഇവരുടെ അടുത്തിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിയും കളിയൊക്കെയാണ്. അപ്പാനിയെ കഴുത്തിന് പിടിക്കുന്നു. പിന്നെ ആ രീതിയിലുള്ള ഫൺ പരിപാടികളൊക്കെയാണ്. ഞാൻ ആലോചിച്ചപ്പോ ഫസ്റ്റ് വീക്കിലൊക്കെ എന്തുമാത്രം വഴക്കുണ്ടാക്കിയ 2 കണ്ടസ്റ്റൻസ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വീക്കിലൊക്കെ എന്തുമാത്രം വഴക്കുകളായിരുന്നു. അനുമോള് പിന്നെ അപ്പാനിയൊക്കെ തമ്മിൽ ഭയങ്കര വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ ഗെയിമിനെ ആ സ്പിരിറ്റിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പാനി ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം. വിജയിക്കുന്ന ആരാന്ന് വെച്ചാൽ വിജയിച്ചോട്ടെ, പക്ഷെ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കാം. ശരിക്കും ഈ ഒരു റീ എൻട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അപ്പാനിയും പിന്നെ അതേപോലെ പ്രവീണും ഒക്കെയാണ് കേട്ടോ. അവരുടെ ആ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്വഭാവ രീതി. പക്ഷെ മെച്യൂർ ആയിട്ട് പെരുമാറേണ്ട പലരും മെച്യൂർ ആയിട്ട് പെരുമാറുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രീതിയിൽ എണ്ണ ഒഴിച്ചും ചൊറിഞ്ഞും ഒക്കെ നടക്കുകയാണ്. ഇതൊക്കെയാണ് ലൈവിനകത്ത് ഭയങ്കര നെഗറ്റീവ് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്